നമ്മളുടെ മരണാന്തര ശേഷം നമ്മൾ അടുത്ത ആ ദേഹം സ്വീകരിക്കുമ്പോൾ നമ്മൾ പോയ ജന്മത്തിൽ എന്തെല്ലാം ചെയ്തിരിക്കുന്നുവോ അതിൻ്റെ ഗുണങ്ങളും മോശം വശങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ പുതിയൊരു ജന്മത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ പുതിയ ജന്മത്തിലെങ്കിലും നമുക്ക് നന്മ വരണം. അതുപോലെ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ ജന്മങ്ങൾ ഉണ്ടാവാതിരിക്കുമ്പോഴാണ് മോക്ഷം വരുന്നത്. അപ്പോൾ ജന്മങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിച്ച സമയത്ത് മുതൽ ആ ഭഗവാന്റെ കീർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ഭഗവതിയുടെ കീർത്തനങ്ങൾ, ദൈവിക നാമങ്ങളെല്ലാം ചൊല്ലി ഭാഗവത പാരായണം, ദേവി മഹാത്മ്യം, ശിവപുരാണം ഇങ്ങനെയുള്ള ഏത് സത്സംഗങ്ങൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അല്പനേരം പോയിരുന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വീട്ടിൽ വളരെ ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളാണ് ഓരോ ദേവന്മാരെയും ഓരോ ദേവിമാരെയൊക്കെ നല്ലതായിട്ടും മോശമായിട്ടൊക്കെ പറയുന്നു. ചിലവർ പറഞ്ഞു കേൾക്കാം, എനിക്ക് അവിടെ പോയിട്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. എനിക്ക് അവിടെ പോയിട്ട് ഗുണം ഉണ്ടാകാതിരിക്കേണ്ട കാര്യം എന്താ? നമ്മളൊരിക്കലും എനിക്കവിടെ ഗുണം കിട്ടും, അവിടെ ചെന്നാൽ ഇന്നത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരു ക്ഷേത്രത്തിലും ചെല്ലാതിരിക്കുക. എന്താ? നമ്മുടെ ലോകങ്ങളിലെ അല്ലെങ്കിൽ ലോകത്തുള്ള സകല ചരാചര ജീവികളെ നമ്മൾ സന്തോഷകരമാക്കാനുള്ള പ്രാർത്ഥനകൾ മാത്രം ചെയ്യണം. ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന ആ ചൈതന്യ ബിംബമാണ്. ആ ബിംബത്തിൽ നിന്ന് വമിക്കുന്ന ഊർജം